നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെൻസസിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ടോപ്പിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ലെൻസ് എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്. അതിന് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് കാണും. അത് സ്പിയേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ അപവർത്തന പ്രതലങ്ങൾ ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മാധ്യമമാണ് ലെൻസ്. നമ്മൾ പഠിച്ചു. രണ്ട് തരത്തിലുള്ള ലെൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ആ ചിത്രം നിങ്ങൾ മൈൻഡിൽ ഓർക്കുക കേട്ടോ. തിക്കർ ആയിരിക്കും, സെന്റർ പോർഷനിൽ തിക്കർ ആയിരിക്കും. രണ്ട് എഡ്ജസിൽ എങ്ങനെയായിരിക്കും? തിന്നർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിനെ നമ്മൾ കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൺവേർജിങ് ലെൻസ് എന്ന് പറയും. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നതിന് പകരം കൺവേർജിങ് ലെൻസ് എന്ന് പറയും. അപ്പൊ കൺവേർജിങ് ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ കോൺവെക്സ് ലെൻസിന് ഇമേജ് ഉണ്ടാകുന്ന മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ്, അതായത് സൈസ് കൂടിയ ഇമേജ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഇമേജും ഉണ്ടാകുന്നുണ്ട്. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ തിന്നർ ഇൻ ദ മിഡിൽ തിന്നർ ആയിട്ടായിരിക്കും. ആ എഡ്ജസിൽ എങ്ങനെയാണ്? തിക്കർ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ്? ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ് ഡൈവേർജിങ് ലെൻസ്. ഇനി കോൺകേവ് ലെൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെപ്പോഴും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ്, അതായത് സൈസ് കുറഞ്ഞ് സ്മോൾ ആയിട്ടുള്ള ഇമേജ് മാത്രമേ കോൺകേവ് ലെൻസിന് ഉണ്ടാക്കത്തുള്ളൂ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. രണ്ട് മെയിൻ പോയിന്റുകളാണ്. കൺവേർജിങ് ലെൻസ്, കൺവേർജിങ് ലെൻസ് എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺകേവ് ലെൻസ് ആണ്. ഇനി ടേംസ്, ലെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഒപ്റ്റിക് സെന്റർ ഉണ്ട്. ഒപ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ലെൻസിനെ എങ്ങനെ കൺസിഡർ ചെയ്യുവാണെന്നുണ്ട് അതിന്റെ സെന്റർ പോർഷനാണ് നമ്മൾ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ആ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും എന്ന് പറഞ്ഞാൽ ഗോളത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇങ്ങനെ ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ സെന്ററിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് പറയുന്നുണ്ട്. സെന്റർ ഓഫ് കർവേച്ചർ സി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന പാസ് ഇൻ ടു സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ആണ് ഒപ്റ്റിക് സെന്റർ ഉണ്ടല്ലോ. ഇതാണ് ഒപ്റ്റിക് സെന്റർ. ദെൻ ഈ സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ പാസ് ചെയ്ത് പോകുന്നതിന് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ എന്താണ്? ഒപ്റ്റിക്സ് ആക്സിസ് ആണ് പറയുന്നത് കേട്ടോ. പ്രകാശിക അക്ഷം ലെൻസിന്റെ വക്രതാ കേന്ദ്രത്തിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയും, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് കേട്ടോ. അത് ഓർത്തിരിക്കും കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിസ് എന്നും പറയും. പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി അപ്പേച്ചർ ഉണ്ട്. അതായത് അപ്പേച്ചർ എന്ന് പറഞ്ഞാൽ ലെൻസിലൂടെ പ്രകാശം കാണും. ഇപ്പൊ ലെൻസ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യണം. അപ്പൊ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്നുണ്ടല്ലോ. പ്രകാശം കടന്നു പോകുന്ന ആ ഭാഗത്തിന്റെ പരപ്പളവ്, ഇപ്പൊ ഇതിലും കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അത്രയും ഭാഗത്തിന്റെ പരപ്പളവിനെയാണ് നമ്മൾ അപ്പേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആക്കുക. ഇനി കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും ഫോക്കസ് ഉണ്ട്. ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? റേസ് പാരലായിട്ട്. ഇപ്പൊ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? റേസ് കേട്ടോ, ഇങ്ങനെ കുറെ റേസ് ഇങ്ങനെ ഒപ്റ്റിക് ആസിസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒപ്റ്റിക് ആസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒപ്റ്റിക് ആസിസിന് സമാന്തരമായിട്ട് കടന്നു പോവുക. അപ്പൊ ലെൻസിലേക്ക് കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞു. കൺവേർജിങ് ലെൻസ് ആണെന്ന് പറഞ്ഞു. അതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു പോയിന്റിലേക്ക് വരും. മനസ്സിലാകുന്നുള്ള ലെൻസിന്റെ മറുവശത്ത് കേട്ടോ. ലെൻസിന്റെ മറുവശത്ത് ഒരു ബിന്ദുവിൽ എല്ലാം കൂടെ കൂടിച്ചേരുവാണ്. ആ ബിന്ദുവിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ് എന്നാണ് പറയുന്നത്. ഫോക്കസ്. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം റൈറ്റ് സൈഡിലായിരിക്കും ഫോക്കസ് വരുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കും കേട്ടോ. കോൺവെക്സ് ലെൻസിന് റൈറ്റ് സൈഡിൽ, അതായത് ലെൻസിന്റെ മറുഭാഗത്താണ് ഫോക്കസ് വരുന്നത്. ഇനി അതുപോലെ തന്നെ കോൺകേവ് ലെൻസിനുണ്ട്. കോൺകേവ് ലെൻസ് ഇതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക് ആസിസ്, ഇതാണ് ഒപ്റ്റിക് ആസിസിന്റെ പാരലായിട്ട് സമാന്തരമായിട്ട് റേസ് വന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതെന്ത് സംഭവിക്കും? അത് ഡൈവേർജ് ചെയ്തു പോകും. ലെൻസിലേക്ക് കടന്നു കഴിയുമ്പോൾ ഡൈവേർജ് ചെയ്തു പോകും. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഡൈവേർജ് ചെയ്തു പോകും. എന്നിട്ട് നമ്മളിത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ, അപ്പം ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കും ഒരു പോയിന്റ് എല്ലാം കൂടെ ജോയിൻ ചെയ്യും. ആ പോയിന്റിൽ നിന്നാണ് ഈ റേസ് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയും. ഈ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചോളം ഫോക്കസ് ആ ലെൻസിന്റെ അതേ സൈഡിൽ തന്നെയായിരിക്കും. മറുവശത്തായിരിക്കും അതേ സൈഡിൽ തന്നെയായിരിക്കും ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചോളം അവിടുത്തെ ഫോക്കസ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും, അതായത് മിഥ്യയായിരിക്കും. വെർച്വൽ അല്ലെങ്കിൽ മിഥ്യയായിരിക്കും. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം എങ്ങനെയാണ്? ഫോക്കസ് റിയൽ ആയിരിക്കും. അതായത് റിയൽ എന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ടുള്ള ഫോക്കസ് ആയിരിക്കും എന്തിനുണ്ടായിരിക്കുന്നത്? കോൺവെക്സ് ലെൻസിനുണ്ടായിരിക്കുന്നു. ഓർക്കോട്ടോ. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം ലെൻസിന്റെ അപ്പുറത്തെ വശത്തായിരിക്കും, മറുവശത്തായിരിക്കും ഫോക്കസ് ഉണ്ടായിരിക്കുന്നത്. അത് റിയൽ ആയിരിക്കും. അതേസമയം
കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ആ ലെൻസിന്റെ അതേ സൈഡിൽ തന്നെയാണ് ഫോക്കസ് ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ്? മിഥ്യയായിരിക്കും അല്ലെങ്കിൽ വെർച്വൽ ആയിരിക്കും. ക്ലിയർ ആയാലോ? ഇനി ഒപ്റ്റിക് സെന്റർ നമ്മൾ ഏതൊരു ലെൻസ് എടുത്താലും കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോൺവെക്സ് ആണ്. അപ്പൊ ഇതാണ് ഒപ്റ്റിക് സെന്റർ. ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും എന്താണ് ഫോക്കസിലേക്കുള്ള ദൂരം, ഇവിടെയാണല്ലോ ഫോക്കസ്, റൈറ്റ് സൈഡിലാണ് ഫോക്കസ് പറഞ്ഞു. ആ ഫോക്കസിലേക്കുള്ള ദൂരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയും കേട്ടോ. ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്നാണ് പറയുന്നത്. അത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത് കേട്ടോ. ഫോക്കൽ ലെങ്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ്. അപ്പൊ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫോക്കസ് ദൂരം. അത് കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് സൈഡിലാണ് വരുന്നത്. കോൺകേവിലാണെങ്കിൽ എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇമേജ് ഫോർമേഷൻ, കോൺവെക്സ് ലെൻസിലും കോൺകേവ് ലെൻസിലും ഇമേജ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു, പ്രതിബിംബം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രതിബിംബമാണ് ഉണ്ടാകുന്നത്. റിയൽ ഇമേജ് എന്ന് വെച്ചാൽ യഥാർത്ഥം കേട്ടോ. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥമാണ്. വെർച്വൽ ഇമേജ് എന്ന് വെച്ചാൽ മിഥ്യയായിട്ടുള്ള ഇമേജ് ആണ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അത് ഓർത്തിരിക്കും കേട്ടോ. റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. അതേസമയം മിഥ്യയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ തലകീഴായത് കേട്ടോ. തലകീഴായതായിരിക്കും. ദെൻ അതേസമയം ഇറക്റ്റ് ഇമേജ് എന്ന് വെച്ചാൽ നിവർന്നത് കേട്ടോ. നിവർന്നത്, അതായത് ഒബ്ജക്റ്റ് ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിയൽ ഇമേജ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും? ഇതേ രീതി, നിവർന്ന രീതിയിൽ തന്നെയായിരിക്കും ഇവിടെ ഇമേജ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി റിയൽ ഇമേജിന്റെ പ്രത്യേകത അത് സ്ക്രീനിൽ കിട്ടുന്നവയാണ് റിയൽ ഇമേജ്. പക്ഷെ മിഥ്യയായിട്ടുള്ള ഇമേജ് എങ്ങനെയാണ്? വെർച്വൽ ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നില്ല. ക്യാമറയിലും സിനിമ സ്ക്രീനിലും ഒക്കെ കാണുന്ന നമ്മൾ റിയൽ ഇമേജ് ആണ് കേട്ടോ. അതേസമയം മൈക്രോസ്കോപ്പിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് അവിടെ കാണുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും കേട്ടോ. റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറക്റ്റീവ് ആയിരിക്കും, നിവർന്നതായിരിക്കും. ഇനി ഇമേജ് ഫോർമേഷൻ, അതായത് റേ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ അതിന് ബേസിക് ആയിട്ടൊരു 3 റൂളുകളുണ്ട് കേട്ടോ. ആ 3 റൂളുകളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസിനാണെങ്കിലും കോൺകേവ് ലെൻസിനാണെങ്കിലും ഈ 3 റൂളുകളാണുള്ളത്. കോൺവെക്സ് ലെൻസിനാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ആ 3 റൂളുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ റൂള് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് ആക്സിസ് ആണ് ഇത് കേട്ടോ. ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് ഒരു റേ വന്ന് ലെൻസിലേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കും. ആ റിഫ്രാക്ഷന് ശേഷം അത് കടന്നു പോകുന്ന എങ്ങനെയായിരിക്കും? ഫോക്കസിൽ കൂടെ ആയിരിക്കും. അതാണ് ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് സമാന്തരമായിട്ട് റേ ഓഫ് ലൈറ്റ് വന്ന് ലെൻസിലേക്ക് വീഴുന്നു. അപ്പൊ റിഫ്രാക്ഷന് ശേഷം അത് എങ്ങനെയായിരിക്കും പോകുന്നത്? ഫോക്കസിൽ കൂടെ ആയിരിക്കും. പഠിക്കണം കേട്ടോ, മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുന്നത്. ഇനി അടുത്തൊരു കേസ്, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ ഉണ്ടോ ഒരു റേ എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഒപ്റ്റിക് സെന്ററിൽ കൂടെ, ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോവുകയാണ് ഇന്ന്. അപ്പൊ അങ്ങനെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കുക, വിത്തൗട്ട് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാൻ നേരെ തന്നെ പോകും. അതേ ഇവിടെ നോക്കി ലെൻസിലേക്ക് വന്ന് വീഴുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിലേക്ക് പോകുന്നു. ഇനി ഒപ്റ്റിക് സെന്ററിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ കേട്ടോ, ഒപ്റ്റിക് സെന്ററിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാതെ നേരെ തന്നെ പോകും. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റേ, ഈ ഫോക്കസ് ഉണ്ടല്ലോ, അതായത് ലെൻസിന്റെ അതേ സൈഡിലെ ഫോക്കസിൽ കൂടി ഒരു റേ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ലെൻസിൽ വന്ന് വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് റൈറ്റ് സൈഡിൽ, മറ്റേ സൈഡിൽ കൂടെ എങ്ങനെയായിരിക്കും പോകുന്നത്? അതേ ഇങ്ങനെ പാരലായിട്ട്, അതായത് പ്രകാശീയ അക്ഷം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ടായിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ ഇതാണ് 3 റൂള്. ഈ 3 റൂളുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് വരയ്ക്കുന്നത്? റേ ഡയഗ്രം വരയ്ക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതായത് കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ കണ്ടല്ലോ ഈ 3 റൂളുകൾ ഉണ്ടല്ലോ, ആ 3 റൂളുകൾ ഉപയോഗിച്ചാണ് ഇമേജ് ചെയ്യുന്നത്. അപ്പം ഒബ്ജക്റ്റിനെ നമ്മൾ വസ്തുവിനെ വെക്കുന്ന പ്രധാനമായിട്ട് ഒരു 5 പൊസിഷൻസിലാണ് വസ്തുവിനെ വെക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ലെൻസ് വരയ്ക്കുക, ലെൻസ് വെച്ചിട്ട് ഫോക്കസ് ഉണ്ട്, ഒരു 2F കൂടെ എടുക്കുക, അത് എഫിന്റെ അതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ടും എടുക്കുക. പിന്നെ നമ്മൾ ആദ്യമേ ഒബ്ജക്റ്റിനെ വെക്കുന്നത് ബിയോണ്ട് 2F ആണ്. അതായത് 2Fന്റെ പുറകുഭാഗത്തായിട്ടാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നത്. 2Fന് അപ്പുറം എന്ന് പറയാം കേട്ടോ.
2Fന്റെ അപ്പുറത്തായിട്ട് ഇമേജിനെ വെക്കുന്നു. അപ്പം നമ്മൾ റൂൾ ഉണ്ടല്ലോ, 3 റൂള് പഠിച്ചല്ലോ, അതിൽ 2 റൂൾ അപ്ലൈ ചെയ്യുവാണ്. ഇത് ആദ്യത്തെ നമ്മൾ നോക്കിയ പാരലായിട്ട് ഒപ്റ്റിക് ആസിന് പാരലായിട്ട് വന്ന് വീഴുന്നു. അപ്പം എന്താ സംഭവിക്കും? നമ്മൾ പഠിച്ചതാണ് ഫോക്കസിലൂടെ കടന്നു പോകും. കണ്ടോ, ഫോക്കസിൽ കൂടി, ഇതാണ് ഇവിടുത്തെ ഫോക്കസിലൂടെ കടന്നുപോയി. പിന്നെ പറഞ്ഞ എന്താണ്? ഒപ്റ്റിക് സെൻട്രിൽ കൂടെ കടന്നു പോകുന്നു. കണ്ടില്ല, ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് കേട്ടോ, മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും അവിടെ ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലാക്കോട്ടോ, അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് അവിടെ ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണെന്നാ നോക്കി, എഫിനും 2Fനും ഇടയിൽ കേട്ടോ, എഫിനും 2Fനും ഇടയിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. സൈസ് നോക്കിയേ, സൈസ് ഇതാ, ഒബ്ജക്റ്റ് ഇതാണ്, വസ്തു ഇതാണ്, വസ്തുവിനേക്കാളും ചെറുതായിരിക്കും കേട്ടോ. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നാണ്. അവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു കോൺവെക്സ് ലെൻസിന് റിയൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്. ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നത്, ബാക്കി എല്ലാ സിറ്റുവേഷനും റിയൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം റിയൽ ആൻഡ് റിയലിന്റെ കൂട്ടത്തിൽ എന്താണ് വരുന്നത്? ഇൻവേർട്ടഡ് ആയിരിക്കും, ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് 2 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് 2F. ആദ്യമേ നമ്മൾ ബിയോണ്ട് 2F ആണ്. അപ്പൊ ബിയോണ്ട് 2F ആകുമ്പോൾ എഫിനും മറ്റേ സൈഡിൽ എഫിനും 2Fനും ഇടയിൽ റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയിരിക്കും, ചെറുതായിരിക്കും. മനസ്സിലാക്കുക. ഇനി അടുത്താണ് ബിയോണ്ട് 2F കഴിഞ്ഞ് പിന്നെ നമ്മൾ 2Fലേക്ക് വരുമോ? കണ്ടില്ലേ, 2Fൽ വെച്ചു. 2Fൽ വെച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് പാരലായിട്ട് പോകുന്നു, ഒപ്റ്റിക്കാസിന് പാരലായിട്ട് പോയിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. മനസ്സിലായല്ലോ? ഒന്ന് ഒപ്റ്റിക് സെൻട്രിൽ കൂടെ കടന്നു പോകുന്നു, അവരും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ ഇതാ ഇവിടെ ഇമേജ് ഉണ്ടാവുന്നു. അപ്പൊ ഈ 2Fന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2Fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ കേട്ടോ, 2Fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ആ ഇമേജ് ഉണ്ടാകുന്ന എവിടെ തന്നെ ആയിരിക്കും? 2Fൽ തന്നെ ആയിരിക്കും കേട്ടോ. 2F ഓൺ അതർ സൈഡ് ഓർ കേട്ടോ, 2Fലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ 2Fലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അതിന്റെ സെയിം സൈസിലായിരിക്കും ഇവിടെ വരിക്കുന്ന വസ്തു ഉണ്ടല്ലോ, വസ്തുവിന് അതേ സെയിം സൈസ് ആയിരിക്കും. പിന്നെ എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2F ആൻഡ് F. അതായത് നോക്കി 2F കഴിഞ്ഞിട്ട് ഇതുണ്ടല്ലേ, ഈ 2Fനും Fനും ഇടയിൽ ഇതാ നോക്കോട്ടെ, 2Fനും Fനും ഇടയിൽ വസ്തു ഇരിക്കുന്നു. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഒന്നെങ്ങനെയാണ് പാരലായിട്ട് പോകുന്നു, ഒപ്റ്റിക്കാസിന് പാരലായിട്ട് പോയിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു, മറ്റേത് ഒപ്റ്റിക് സെൻട്രിൽ കൂടെ കടന്നു പോകുന്നു. അപ്പൊ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ ഇമേജ് ഉണ്ടാവും. അതാ ഇവിടെയാണ് ഇമേജ് ഉണ്ടായത്. ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? 2Fന്റെ അപ്പുറമാണ്, ബിയോണ്ട് 2Fന്റെ അപ്പുറമാണ് ഇമേജ് ഉണ്ടായത്. സൈസ് നോക്കിയേ, സൈസ് എൻലാർജ്ഡ് ആണ്, ഇൻവേർട്ടഡും ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആണ്. മനസ്സിലായില്ല? ആ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ആദ്യമേ ബിയോണ്ട് 2F ആണ്. ബിയോണ്ട് 2F ആകുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്? ഇൻ ബിറ്റ്വീൻ F ആൻഡ് 2F ആണ്. പിന്നെ 2Fൽ വന്നപ്പോൾ സെയിം സൈസ്, അതായത് 2Fൽ തന്നെയായിരിക്കും വരുന്നത്. പിന്നെ 2Fും കഴിഞ്ഞിട്ട് Fനും 2Fനും ഇടയിലാകുമ്പോൾ പിന്നെ 2Fന്റെ അപ്പുറത്തേക്ക് പോകും. മനസ്സിലാവുന്നു? അപ്പൊ എങ്ങനെയാണ്? സൈസ് കൂടി, എൻലാർജ്ഡ് ആയി. സൈസ് കുറഞ്ഞായിരുന്നു നമ്മൾ വന്നത്, ആദ്യമേ തീരെ കുറവായിരുന്നു, പിന്നെ സെയിം സൈസ് വന്നു, പിന്നെന്താണ്? പിന്നെ സൈസ് കൂടി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സിറ്റുവേഷൻ, ഇപ്പം Fനും 2Fനും ഇടയിൽ വെച്ചു. ഇനി അടുത്ത് നമ്മൾ Fലാണ്, ഫോക്കസിലാണ് വെക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റ് അറ്റ് F എന്നാണ് കേട്ടോ, ഒബ്ജക്റ്റ് അറ്റ് Fല് വസ്തു വെക്കുക. വസ്തു വെച്ച് കഴിയുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഇതൊന്ന് ഇങ്ങനെ വന്നു പോയിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു, അടുത്ത് ഒപ്റ്റിക് സെൻട്രിൽ കൂടെ കടന്നു പോകുന്നു. പക്ഷെ അതിനെന്താണ് സംഭവിക്കുന്നത്? അതിങ്ങനെ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഇൻഫിനിറ്റിയിൽ അതുണ്ടാകുന്നത് നമ്മൾ പറയുകയാണ്, ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഇമേജിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് ഉണ്ടാവും. എവിടെയോ ഇമേജ് ഉണ്ടാകുന്നത്, അത് ഇൻഫിനിറ്റിയിലാന്ന് പറയുകയാണ്. അതെങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും കേട്ടോ, ഒരുപാട് വലിപ്പമായിരിക്കും. ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയാലും? Fലാണെന്നുണ്ടെങ്കിൽ ഹൈലി എൻലാർജ്ഡ്, വലുതാണ്, നോർമലി വലുതാണ്, അത് ഇമേജ് ഉണ്ടാകുന്നത് ഇൻഫിനിറ്റിയിലാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പൊസിഷൻ F കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? Fനും ലെൻസിനും ഇടയിൽ കണ്ടോ, ഇതാ ഇവിടെ ഉണ്ടോ, നിങ്ങൾ പിക്ചർ കാണാവോ? ഞാനൊരു വലിയ പിക്ചർ വെച്ചോട്ടെ. അതാ ഇവിടെ നോക്കി. അടുത്ത സിറ്റുവേഷൻ വെച്ചിരിക്കുന്നത് F ആൻഡ് ദ ലെൻസ് ആണ് കേട്ടോ. Fനും ലെൻസിനും ഇടയിൽ ഇതാ നോക്കുക, F കേട്ടോ, ഇവിടെ F ഉണ്ട്, ഫോക്കസ് ഉണ്ട്, ഫോക്കസിനും ലെൻസിനും ഇടയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാ നോക്കി എന്താണ് സംഭവിക്കുന്നത്? ഒരു റേ ഇതുപോലെ തന്നെ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, മറ്റൊരു റേ ഒപ്റ്റിക് സെൻട്രിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതെന്താണ്? അത് കാണുമ്പോൾ നമുക്കറിയാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഡൈവേർജ് ചെയ്താണ് പോകുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അത് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും, അത് ജോയിൻ ചെയ്യുന്നിടത്തായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അതായത് സെയിം സൈഡ്, ലെൻസിന്റെ സെയിം സൈഡിൽ തന്നെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ആ ഇമേജ് എങ്ങനെയാണ്? ദാ നിവർന്നതാണ്, ഇല്ല ഇറക്റ്റ് ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും?
വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ആണ്. വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, അതും എൻലാർജ്ഡ് ആയിട്ടുള്ള. അതുകൊണ്ടല്ലോ ഒബ്ജക്റ്റിന്റെ സൈസ് കൊണ്ടോ അതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇതെവിടെയാണ് പൊസിഷൻ? എവിടെയാണ്? ഓൺ ദ സെയിം സൈഡ് കേട്ടോ, സെയിം സൈഡ്, ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലായിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ 5 കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ 2F കേട്ടോ, ബിയോണ്ട് 2F ഓർക്കും കേട്ടോ, ബിയോണ്ട് 2F, പിന്നെ 2F വന്നു, പിന്നെന്താണ് F ആൻഡ് 2F കേട്ടോ, F ആൻഡ് 2F വന്നു, പിന്നെ F വന്നു, പിന്നെ എന്താണ് F ആൻഡ് ലെൻസ് കേട്ടോ. ഈ 5 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ 2F ആവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ആ ഒരു ഐഡിയ കേട്ടോ. 2F ആവുകയാണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന എവിടെയായിരിക്കും? അപ്പുറം, അതായത് 2F റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2F F ഇടയിലായിട്ടാണ്. 2F കേട്ടോ, 2F ബിറ്റ്വീൻ 2F ആൻഡ് F ഇടയിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. 2F ആണെങ്കിൽ 2F തന്നെ ആയിരിക്കും കേട്ടോ. ആ ഒരു ഇതുണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിൽ ഈ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 2F ഉണ്ടാകുന്നത്. പിന്നെന്താണ്? F 2F ഇടയിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഇമേജ് ഉണ്ടാകുന്നത്? ബിയോണ്ട് 2F ആയിരിക്കും കേട്ടോ, ബിയോണ്ട് 2F, ബിയോണ്ട് 2F ആയിരിക്കും. F ആവുകയാണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന എവിടെയാണ്? ഇൻഫിനിറ്റിയിലായിരിക്കും, ഇൻഫിനിറ്റിയിലായിരിക്കും. ഇതെവിടെയാണ്? സെയിം സൈഡിലെ, സെയിം സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യമേ ഇമേജിന്റെ സൈസ് എങ്ങനെയായിരുന്നു? ചെറുതായിരുന്നു. പിന്നെ സെയിം സൈസ് വന്നു, സെയിം സൈസ് വന്നു. ദെൻ ബിയോണ്ട് 2F ആകുമ്പോൾ പിന്നെയും സൈസ് കൂടുവാണ് ചെയ്ത്. ഇൻഫിനിറ്റിലാകുമ്പോൾ പിന്നെയും സൈസ് കൂടി അല്ലേ? ഇവിടെ സെയിം സൈഡിലാകുമ്പോൾ ഒരു എൻലാർജ്ഡ്, വലിയ സൈസ് അല്ല, എൻലാർജ്ഡ്, ഒബ്ജക്റ്റിനേക്കാളും എൻലാർജ്ഡ് ആയിട്ടുള്ള സൈസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ 5 ഡയഗ്രം വരയ്ക്കാൻ ഏതേലും ഒരെണ്ണം ചോദിക്കും, കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നുള്ളൂ. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഉണ്ടാകുന്ന F ലെൻസിനും ഇടയിൽ കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഇനി ഇതേ കണ്ടീഷൻ തന്നെയാണ് കോൺകേവ് ലെൻസിന്. കോൺകേവ് ലെൻസിന് ഒറ്റ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എവിടെ ഒബ്ജക്റ്റ് ഇരുന്നാലും, കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചുള്ള എവിടെ നമ്മളെ F 2F എവിടെ ഒബ്ജക്റ്റ് ഇരുന്നാലും, അതായത് ലെൻസിനും എവിടെ, ലെൻസിന്റെ പുറകിൽ എവിടെ ഒബ്ജക്റ്റ് ഇരുന്നാലും ഇമേജ് ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? ഈ ഒരു സിറ്റുവേഷൻ, അതായത് F ലെൻസിനും ഇടയിലായിരിക്കും കേട്ടോ. സെയിം സൈഡിൽ F ലെൻസിനും ഇടയിലായിട്ടായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്ന് വെച്ചാൽ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ, അതായത് ബിറ്റ്വീൻ F ആൻഡ് O, F Oയ്ക്കും, അതായത് ലെൻസ് അല്ല, O എന്ന് വെച്ചാൽ ഒപ്റ്റിക് സെന്റർ, അല്ലെങ്കിൽ ഫോക്കസിനും ലെൻസിനും ഇടയിലായിരിക്കും ഇമേജ് ഉണ്ടാകും. സെയിം സൈഡിൽ എവിടെയാണ്? ബിറ്റ്വീൻ F ആൻഡ് O, അതിന്റെ ഇടയിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ്? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ്, ചെറിയ ഇമേജ് എപ്പോഴും കോൺകേവ് ലെൻസിന് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും? സെയിം സൈഡിലായിരിക്കുമ്പോൾ വെർച്വൽ ആൻഡ് ഇറക്റ്റും ആയിരിക്കും. മനസ്സിലായല്ലോ? സെയിം സൈഡിലായിരിക്കും എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ മാത്രം കോൺകേവിന്റെ ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും ഇമേജ് ഉണ്ടാകുന്ന F ലെൻസിനും ഇടയിലായിരിക്കും, അത് ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ സെയിം സൈഡിലായതുകൊണ്ട് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. മനസ്സിലാക്കുക, പഠിക്കുക. ഇതവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഫിനിറ്റിയിലത്തെ കണ്ടീഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല. നിങ്ങൾ ബിയോണ്ട് 2F വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ബിയോണ്ട് 2F ആവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ F ആൻഡ് F റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷൻ ആണ്. പിന്നെ എന്താണ്? 2F വരുമ്പോൾ സെയിം സൈസ് ഇല്ല, 2F സെയിം സൈസ് ആയിരിക്കും. പിന്നെ മുന്നോട്ട് പോകുന്നവർ ബിയോണ്ട് 2F അപ്പുറത്തോട്ട് പോകും, അത് മാഗ്നിഫൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ F ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലാണ്, അത് വെരി ഹൈ മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. F ആൻഡ് ലെൻസിലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്, മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും ഇമേജ് ഉണ്ട്. ആ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് നോർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണ് ബിയോണ്ട് 2F എന്ന് വരുമ്പോൾ എങ്ങനെയാണ്? സൈസ് കുറവാണ്, പിന്നെ കൂടി മാഗ്നിഫൈഡ് ആയിട്ട്, പിന്നെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരിക. അതിനുശേഷം F ലെൻസിനും ഇടയിൽ വരുമ്പോഴാണ് സൈസ് ഇച്ചിരി കുറയുന്നത്. മനസ്സിലായല്ലോ? അതൊന്ന് ക്ലിയർ ആക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ്, അതായത് ലെൻസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെൻസ് ഇക്വേഷൻ. ലെൻസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 1/f = 1/v - 1/u ആണ്. ക്ലിയർ ആയല്ലോ? u എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്, v എന്ന് വെച്ചാൽ ഇമേജിലേക്കുള്ള ദൂരമാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോ റെസിപ്രോക്കലും അല്ലെങ്കിൽ LCM ഒക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ എളുപ്പത്തിൽ ഈ 3 ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതാണ്? F = uv / u - v.
എഫ് എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടെണ്ണം, എഫ് ഇല്ലാത്ത ബാക്കി രണ്ടെണ്ണം യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി ആന്ന് ഓർക്കുക. ഫോക്കൽ ലെങ്ത് മൈനസ് വരും, യു മൈനസ് വി. ഇനി യു ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, യു ഇല്ല, എഫും വിയും. അപ്പൊ എഫ് വി ഡിവൈഡ് ബൈ എഫ് മൈനസ് വി ആണ്. ഇനി വി ആണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ടെണ്ണം യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് ആണ്. വിക്ക് മാത്രം യു പ്ലസ് എഫ് വരും, വിക്ക് മാത്രം യു പ്ലസ് എഫ് വരും. എഫും യു ആണെന്നുണ്ടെങ്കിൽ മൈനസ് വരും. അത് ഏതിനാണ്, എഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ യു മൈനസ് വി ആന്ന് ഓർക്കുക കേട്ടോ. യു മൈനസ് വി എഫ് ആണെന്നുണ്ടെങ്കിൽ, എഫ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് അല്ലേ ഈ റൈറ്റ് സൈഡിലല്ലേ വരുന്നത് അല്ലേ, കോൺവെക്സ് ലെൻസ് സംബന്ധിച്ച് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം യു മൈനസ് വി ആയിരിക്കും ഇവിടുത്തെ, ഇത് മൈനസ് ആയിരിക്കും ഇത് വരുന്നത്. മനസ്സിലായി? ഇനി യു ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ഫോക്കൽ ലെങ്തിൽ നിന്ന് നമ്മൾ വി കുറച്ച് കഴിയുക കേട്ടോ, എഫ് മൈനസ് വി കേട്ടോ, എഫ് മൈനസ് വി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സൈൻ നമ്മൾ കൊടുക്കണം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ലെൻസ് ഉണ്ടല്ലോ, ലെൻസ് കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് എല്ലാ അളവുകളും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടുള്ള അളവുകളെല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് ആയിരിക്കും, ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മുകളിലേക്കുള്ളത് പോസിറ്റീവ് ആണ്, താഴേക്ക് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അവിടെ ഒരു ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇപ്പം കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം. മനസ്സിലായല്ലോ? കോൺവെക്സ് ലെൻസ് കേട്ടോ എഫ് പോസിറ്റീവ് ആയിരിക്കും. ഇനി യു എപ്പോഴും എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നത്. അത് കോൺവെക്സിനാണേലും കോൺകേവിനാണേലും യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഓർക്കുക കേട്ടോ. പിന്നെ എപ്പോഴും വി എങ്ങനെയാണ്, പോസിറ്റീവ് ആവും. വി ഈ സൈഡിലാണ് എപ്പോഴും പോസിറ്റീവ് ആവും. അതെപ്പോഴാണ്, റിയൽ ഇമേജ് ആയിരിക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഒറ്റൊരു സിറ്റുവേഷൻ മാത്രം, വെർച്വൽ ഇമേജ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, വി നെഗറ്റീവ് ആയിരിക്കും, അതായത് ഈ സൈഡിൽ വരും. അപ്പോൾ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം എഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം എഫ് എപ്പോഴും എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതേസമയം കോൺകേവ് ആണെങ്കിലോ, കോൺകേവിന്റെ കേസിൽ നമുക്കറിയാമല്ലേ, കോൺകേവിന്റെ കേസിൽ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയല്ലേ. അപ്പൊ കോൺകേവിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ എഫ് എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. യു എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. കോൺവെക്സിനാണേലും കോൺകേവിനാണേലും യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ വി എന്ന് പറഞ്ഞിരിക്കുന്നതും നെഗറ്റീവ് തന്നെയായിരിക്കും. എപ്പോഴും ഇമേജ് ഉണ്ടാകുന്ന എവിടെയാ, ഈ സൈഡിലെല്ലാം ഉണ്ടാകുന്ന കോൺകേവിനെ സംബന്ധിച്ച്. അപ്പൊ കോൺകേവിനെ സംബന്ധിച്ചിടത്തോളം 3 വാല്യൂ എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? കോൺവെക്സിനെ സംബന്ധിച്ചിടത്തോളം എഫ് പോസിറ്റീവ് ആണ് അല്ലെ, വിയും പോസിറ്റീവ് ആണ്. വി പോസിറ്റീവ് ആവുന്ന ഒരേ ഒരു സിറ്റുവേഷനിലുള്ളൂ, അതായത് വെർച്വൽ ഇമേജ് കിട്ടുമ്പോൾ. ഈ ഒരു ലാസ്റ്റത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വെർച്വൽ ഇമേജ് കിട്ടത്തുള്ളൂ, അതായത് നെഗറ്റീവ് വാല്യൂ വരത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ പറഞ്ഞു? അപ്പൊ നമുക്ക് വേണമെങ്കിൽ സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ പറയണ്ട, കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം യു നെഗറ്റീവ് ആണ്, വി പോസിറ്റീവ് ആവുന്നുണ്ട് റിയൽ ആവുമ്പോൾ, നെഗറ്റീവ് ആവുന്ന എപ്പോഴും വെർച്വൽ ആവുമ്പം. എഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺകേവിനെ സംബന്ധിച്ചിടത്തോളം യുവും ഇല്ലേ, അതുപോലെ തന്നെ വിയും എഫും എപ്പോൾ എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ വാല്യൂസ് എടുത്തെഴുതുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യേണ്ടതാണല്ലേ, അപ്പം തെറ്റിപ്പോയി. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് മാഗ്നിഫിക്കേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, മാഗ്നിഫിക്കേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ യൂണിറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. റേഷ്യോ ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. എം ഈസ് ഈക്വൽ ടു ഇമേജിന്റെ ഹൈറ്റ് കേട്ടോ. എച്ച് ഐ എന്ന് വെച്ചാൽ ഇമേജിന്റെ ഹൈറ്റ് ആണ്, എച്ച് ഒ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്, അതിന്റെ റേഷ്യോ ആണ്. ആൻഡ് ഓൾസോ ഈസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ആണ്. അതുപോലെ തന്നെ വി ബൈ യു ആണ് കേട്ടോ, വി ബൈ യു. രണ്ട് ഇക്വേഷനും പഠിച്ചിരിക്കുക. മാഗ്നിഫിക്കേഷൻ കോൺവെക്സ് ലെൻസ് തമ്മിലുള്ള മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വരാം. 1 വരുന്ന എപ്പോഴാണ്, ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും ഒരുപോലെ ആയിരിക്കുമ്പോൾ കേട്ടോ. ഓർത്തിരിക്കുക, ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും ഒരുപോലെ ആവുന്ന എപ്പോഴാണ്, നമ്മൾ കണ്ടായിരുന്നു 2F അല്ലെ, 2F വരുമ്പോൾ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് വെച്ചാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി മാഗ്നിഫിക്കേഷൻ വാല്യൂ ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ പോയിന്റ് വാല്യൂ ഒക്കെ വരും. എം ഈസ് ഈക്വൽ ടു പോയിന്റ് സംതിങ് വാല്യൂ ഒക്കെ വരുവാണെങ്കിൽ സ്മോളർ ഇമേജ് ആയിരിക്കും. ഇമേജിന്റെ സൈസ് എന്ന് വെച്ചാൽ സ്മോളർ ആയിരിക്കും, അതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 കൂടുതൽ, അതായത് ലാർജർ ഇമേജ് ആവുകയാണെങ്കിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യാതെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ സാധിക്കും. അപ്പം എം ഈസ് ഈക്വൽ ടു 1 ആവുകയാണെന്നുണ്ടെങ്കിൽ സെയിം സൈസ്
സെയിം സൈസ് ആണ്, എപ്പോഴും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ സ്മോളർ ആയിരിക്കും, സ്മോളർ സൈസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ലാർജർ സൈസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്, മനസ്സിലായല്ലോ. ഇനി എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് വരുവാണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അതായത് നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ റിയൽ കേട്ടോ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആകുന്നു ചോദിച്ചു. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? വെർച്വൽ കേട്ടോ, വെർച്വൽ ആയിട്ടുള്ള ഇമേജ്, അല്ലെങ്കിൽ ഇറക്റ്റ് ആൻഡ് വെർച്വൽ കേട്ടോ. ഇറക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വെർച്വൽ ഇമേജ് അല്ല ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഇറക്റ്റ് ആൻഡ് വെർച്വൽ ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു കണ്ടീഷൻ ഉണ്ട്. എമ്മിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു. ഇനി 2വിനേക്കാളും കൂടുതലായിട്ട് വരുവാന്ന് ചോദിച്ചു. 2വിനേക്കാളും കൂടുതലായിട്ട് വരുവാണെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഉണ്ടായിരുന്നത്. കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചോളം എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ വെർച്വൽ ആണ്. കോൺകേവ് ലെൻസിന് എപ്പോഴും എങ്ങനെയാണ്? കോൺകേവ് ലെൻസിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമില്ല, കാരണം കോൺകേവ് ലെൻസിന് എപ്പോഴും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. ഗ്രേറ്റർ ദാൻ 2, 2വിനേക്കാളും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, 2വിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ വെർച്വൽ റിയൽ ആയിരിക്കും ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കാര്യം മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടും, അതിൽ നിന്ന് നമുക്ക് സൈസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതിന് യൂണിറ്റ് ഇല്ല കേട്ടോ, യൂണിറ്റ് ഒന്നും എഴുതി വെച്ചേക്കല്ലേ. വാല്യൂ എന്തൊക്കെയാകുമ്പോൾ 1 വരുവാണെങ്കിൽ സെയിം സൈസ്, അത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? 2Fലായിരിക്കും. ഇമേജിന്റെ പൊസിഷനും 2Fലായിരിക്കും. ലെസ് ദാൻ 1 ആവണമെങ്കിൽ സ്മോളർ ഇമേജ് ആണ് അല്ലേ. ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ ലാർജർ ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും വരുന്നത്. ഇനി പിന്നെ ഓർക്കണ്ടേ, പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, പോസിറ്റീവ് ആവുകയാണെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അനദർ ടോപ്പിക് ഈസ് ദ പവർ ഓഫ് ലെൻസ്. ലെൻസിന്റെ പവർ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. പവർ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ് പവർ എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ, അതായത് പി ആണ് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 1/f റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ് പവർ. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കേണ്ടത് മീറ്ററിലായിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഇൻ കേസ് സപ്പോസ് സെന്റിമീറ്ററിലൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം കേട്ടോ. സെന്റിമീറ്ററിൽ തരുവാണെന്നുണ്ടെങ്കിൽ മീറ്ററിലേക്ക് മാറ്റുക. ക്ലിയർ ആണെന്ന് പറഞ്ഞത്. അതായത് ഇപ്പം വാല്യൂ ഇപ്പം 15 സെന്റിമീറ്റർ എന്ന് തോന്നുന്നു ഫോക്കൽ ലെങ്ത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. അപ്പം 15/100 ചെയ്യുക കേട്ടോ. F = 15/100 ചെയ്യുമ്പോൾ 0.15 മീറ്റർ എന്ന് വരും. മനസ്സിലല്ലോ. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാവുള്ളൂ. കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഫോക്കൽ ലെങ്ത് കുറയുവാണെന്നുണ്ടെങ്കിൽ പവർ എവിടെയായിരിക്കും? കൂടും. ഇനി മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ യൂണിറ്റ് ഓഫ് പവർ എന്ന് വെച്ചാൽ അതും 1 മാർക്കിനൊക്കെ ചോദിക്കാനുണ്ട്. ഡയോപ്റ്റർ ആണ് പവറിന്റെ യൂണിറ്റ്. ഡയോപ്റ്റർ ക്യാപിറ്റൽ D വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഈ പവർ വാല്യൂ ഉണ്ടല്ലോ, പവർ എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. പവറിന്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആവുകയാണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ കോൺവെക്സ് ലെൻസും ആയിരിക്കും. അപ്പൊ പവർ തരും. പവർ P = +4D എന്നൊക്കെ തന്നു. അപ്പൊ ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ഇനി പവർ P = -2D എന്ന് തന്നു. അപ്പൊ എന്താണ്? മൈനസ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതേതാണ്? കോൺകേവ് ആണ്, കോൺകേവ് ലെൻസ് ആണ്. പോസിറ്റീവ് വാല്യൂ ആവുകയാണെങ്കിൽ അത് കോൺവെക്സ് ലെൻസും ആണ്. ക്ലിയർ ആയല്ലോ. അടുത്ത ടോപ്പിക് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും കൊണ്ട് അതേതേലും ഒരെണ്ണം ചോദിക്കും. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ ആണെങ്കിലും ടെലിസ്കോപ്പിനാണെങ്കിലും 2 ലെൻസസുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഒബ്ജക്റ്റീവ് ആണ്, ഒന്ന് ഐ പീസ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവിന്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചോളം ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് അവിടെ കുറവായിരിക്കും. ഇവിടെ ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും കൂടുതൽ. കൃത്യമായിട്ട് ഓർത്ത് നോക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ് രണ്ടും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റീവ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത് കുറവാണ്, ഐ പീസിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇറ്റ് ഈസ് എ ഡിവൈസ് ടു സീ മാഗ്നിഫൈഡ് ഇമേജ്. മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? മാഗ്നിഫൈഡ്, ഒരു ഒബ്ജക്റ്റിന്റെ വലിയ രൂപത്തിലുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് 2 കോൺവെക്സ് ലെൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്.
ഇനി മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചോളം ഒബ്ജക്റ്റിന് നമ്മൾ വെക്കേണ്ടത് 2F-നും F-നും ഇടയിലാണ് കേട്ടോ. നമ്മൾ റേ ഡയഗ്രം മൈൻഡിൽ വരും കേട്ടോ. 2F-നും F-നും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പോൾ 2F-നും F-നും ഇടയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? ബിയോണ്ട് 2F ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചതാണ്. 2F-നും F-നും ഇടയിലാവുകയാണെങ്കിൽ ബിയോണ്ട്, കണ്ടല്ലേ, ബിയോണ്ട് 2F. അപ്പോൾ ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയാലും ഇവിടെ ഇമേജ് ഉണ്ടായി. ഇനി ആ ഇമേജിനെ നമ്മൾ IPC കൂടെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഇമേജ് എങ്ങനെയാണ്? എല്ലാവർക്കും ഇമേജ് ആണ്, സൈസ് കൂടുതലാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി അതിനെ നമ്മൾ ഒന്നുകൂടെ ലെൻസിൽ കൂടെ നോക്കുന്നു. നോക്കുമ്പോൾ എന്താണ്? അതേ സെയിം സൈഡിൽ തന്നെ, കണ്ടില്ലേ, സെയിം. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഈ ലെൻസിനെ സംബന്ധിച്ചോളം ഒബ്ജക്റ്റ് ആക്കി എടുക്കുന്ന ഇതാണ്. അപ്പൊ സെയിം സൈഡിൽ തന്നെ ഇമേജ് ഉണ്ടാകുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ F and 2F ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഫോക്കൽ ലെന്ത് സ്മോൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻലാർജ്ഡ് ഇമേജ് ഈസ് ഫോംഡ് ഔട്ട്സൈഡ് ദ ലെൻസ്, അതായത് ബിയോണ്ട് 2F എന്ന് പറയാം. ബിയോണ്ട് 2F-ലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ഇനി ഈ ഇമേജ് എന്താണ്? IPCന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലാർജ് വെർച്വൽ ഇമേജ് കേട്ടോ. IPCയോടെ കിട്ടുന്ന എങ്ങനെയായിരിക്കും? ലാർജ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് കേട്ടോ. വെർച്വൽ ഇമേജ് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇതുമായിട്ട് സംബന്ധിച്ച് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് കുറവല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് കുറവാണെന്ന് ചോദിക്കാം. അതിന് കാരണം എന്താണ്? ഇത് കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ വലിപ്പം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പം ഇത് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ. ഈ ഇമേജ് അതെന്ന് പറയുന്നത് 2F-നും F-നും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പം ഇമേജ് ഉണ്ടാകുന്ന എവിടെയാണ്? ബിയോണ്ട് 2F ആണ്. റേ ഡയഗ്രം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഫോക്കൽ ലെന്തിലുള്ള വ്യത്യാസവും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെയുള്ളതാണ് അടുത്ത റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ് കേട്ടോ. ടെലിസ്കോപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ്. ഇതിനും 2 ലെൻസ് ആണുള്ളത് കേട്ടോ. 2 കോൺവെക്സ് ലെൻസ് ആണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒന്നെന്താണ് IPS ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് കൂടുതലായിരിക്കും, IPSന്റെ ഫോക്കൽ ലെന്ത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫോക്കൽ ലെന്ത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഓപ്പോസിറ്റ് ആണ്. ആ ഐഡിയ മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പൊ എന്താണ്? ഫോക്കൽ ലെന്ത് ഒബ്ജക്റ്റീവിന് ഇവിടെ കൂടുതലാണ്. ഏതിന്? ടെലിസ്കോപ്പിന് കേട്ടോ. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന് കൂടുതലാണ്. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ടു സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി അല്ലേ? ദെൻ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ലാർജ് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് എങ്ങനെയാണ്? ലാർജ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് ലാർജ് ആണ്. അപ്പൊ എന്താണ്? അത് അവിടെ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇമേജ് ആയതാണ് കേട്ടോ. ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇമേജ് ഉണ്ടായി. അത് സ്മോൾ ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെ എന്താണ്? IPC-ൽ കൂടെ സെയിം സൈഡിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? F-നും ലെൻസിനും ഇടയിലാണ്. അപ്പം സെയിം സൈഡിൽ തന്നെ ഇറക്റ്റ് ആൻഡ് എന്താണ് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. വെർച്വൽ ഇമേജ് കേട്ടോ, ഫോംഡ് ബൈ ദ IPC. ക്ലിയർ ആയല്ലോ? അപ്പം ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെലിസ്കോപ്പിന് എങ്ങനെയാണ്? ഫോക്കൽ ലെന്ത്, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് കൂടുതലാണ് കേട്ടോ. അപ്പം ഇമേജ് ഉണ്ടാകുന്ന ഡിമിനിഷ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ദെൻ പിന്നെ IPC-നെ സംബന്ധിച്ചോളം എങ്ങനെയാണ്? അത് ലെൻസിന്റെ ഫോക്കസിന്റെ ഇടയിൽ ഇരിക്കുന്നു. അപ്പൊ ലാർജ് ഇമേജ്, സെയിം സൈഡിൽ തന്നെ ലാർജ് ഇമേജ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് അവിടെ ഉണ്ടാക്കുന്നു. അപ്പൊ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുന്ന കാര്യം ഈ ഫോക്കൽ ലെന്ത് ആണ് കേട്ടോ. ടെലിസ്കോപ്പിന് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് കൂടുതലാണ്, IPS-ന്റെ ഫോക്കൽ ലെന്ത് അവിടെ കുറവുമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇക്കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പും കമ്പയർ ചെയ്ത് പഠിക്കട്ടെ, പ്രത്യേകിച്ച് ഫോക്കൽ ലെന്തിന്റെ കാര്യം. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ലെൻസസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് പവർ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ കേട്ടോ, വാല്യൂസും ആയിട്ടുള്ള കമ്പാരിസൺ അത് പഠിക്കുക കേട്ടോ. ഏതൊക്കെ വരുമ്പോൾ എത്രയൊക്കെയാണ് വാല്യൂ എന്നുള്ള കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ പ്രോബ്ലം ചെയ്യാൻ ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് അത് പ്രോബ്ലം ചെയ്യാൻ അത് 2-3 ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ. പിന്നെ എന്താണ്? റേ ഡയഗ്രം വരയ്ക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. റേ ഡയഗ്രം വരയ്ക്കാൻ കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിരിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. എങ്ങനെയാണ് വരുന്നത്, ഓരോ കേസിലും എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് നമ്മളൊരു 1 ഷോട്ട് റിവിഷൻ ആണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ടൈപ്പ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.